അപ്പൊ എല്ലാരും റെഡി ആയില്ലേ? എന്നാ വാ നമുക്ക് ഡ്രസ് മേടിക്കാൻ പോവാ. എല്ലാരും റെഡി ആയി, എന്നാ നമുക്ക് ഇറങ്ങാം. പിന്നെ പോണേന്റെ മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താ? എടാ മജീദ്, എന്നോടാണ് ഞാൻ ആദ്യം പറയണത്. എന്റെ വള്ളിന്നാരും തൂങ്ങിയതും പട്ടി അടിച്ചതും പോലത്തെ പാൻറ്റൊന്നും എടുക്കല് നടക്കൂല. എന്നാ ഞങ്ങളെ മാപ്പിള ഇടുന്ന പോലത്തെ കള്ളിത്തുണിയും ഷർട്ടും ഇട്ടടക്ക. കള്ളിത്തുണിനും കുപ്പായത്തിനും കുറ്റം പറയണ്ട. അതിട്ടിട്ടിന്റെ സുലൈമാങ്കാക്ക വരുമ്പോ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല, അത്രക്ക് മൊഞ്ചാണ്. അപ്പൊ ഷാറൂഖ് ഖാനായിരിക്കും. അതൊന്നുമല്ല മക്കളെ, അതുക്കും മേലെ. ഇനി നിങ്ങൾ കൂടുതൽ പറയണ്ട, ആ ഷാറൂഖ് ഖാനെ ഞങ്ങൾ ദിവസം കാണുന്നതാ. എടാ മജീദെ, കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയും പറയാണ്ട്. ആ പെണ്ണുങ്ങളെ പാവാട പോലത്തെ പാൻറ് ഉണ്ടല്ലോ, അതും ഞാൻ ഇട്ടാൻ സമ്മതിക്കൂല. അത് പാവാടല്ലമ്മ, അതാണ് ബാഗി ജീൻസ്. എന്ത് ജീൻസ് ആയാലും വേണ്ടില്ല, അതെടുക്കാൻ ഞാൻ പൈസ തരൂല. അതിപ്പത്തെ ഫാഷനാണ്. കുഞ്ഞിപ്പാത്തുവിന്റെ പേരിൽ ഇത്ര ഫാഷൻ മതി. നിങ്ങളോട് രണ്ടാളോടും ഞാൻ പറയണത്, നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത കുട്ടിക്കുപ്പായ എടുക്കൽ നടക്കൂല. അത് കുട്ടിക്കുപ്പായ അല്ലമ്മ, അതാണ് ക്രോപ്പ് ടോപ്പ്. എന്തോ ഒലക്കായാലും വേണ്ടില്ല. അപ്പൊ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? നമുക്ക് ഇറങ്ങാം. എടാ ചെക്ക, ജിറാഫിന്റെ പോലെ കഴുത്ത് പൊന്തിച്ച് നിൽക്കണ്ട, ഒന്ന് താന്ന് നിക്ക്. അത് നേരെ രാജാവിന്റെ മുമ്പിലാ നിക്കണത്, താന്നു കൂന്ന് നിക്കാൻ. അതല്ലട പൊട്ട, ബസ് ഇപ്പൊ വരും, ഇജൊന്ന് താന്ന് നിക്കേ. ബസ്സിൽ കയറിയാലേ എനിക്ക് 10 വയസ്സായിട്ടില്ലാന്ന് കണ്ടക്ടർ വിചാരിച്ചോട്ടെ, അല്ലെങ്കിലേ അനക്കും ഞാൻ ടിക്കറ്റിന് പൈസ കൊടുക്കേണ്ടി വരും. നിങ്ങളെ ബുദ്ധി റോക്കറ്റ് തന്നെ. ഇത് ബുദ്ധിയല്ല, ആൾക്കാരെ പറ്റിക്കലാ. ബസ്സാണ് വരുന്നത്, വേഗം കേറിക്കോളി. ഹോ, എന്തൊരു തിരക്കിയെന്ന് ബസ്സില്. അതിന്ന് ഇറങ്ങിയിട്ടാണൊന്ന് ശ്വാസം കിട്ടിയത്. ശ്വാസം കിട്ടിയില്ലേലും നിങ്ങൾ കണ്ടക്ടർ നല്ലോണം പറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾ മജീദിന് ടിക്കറ്റ് എടുക്കണ്ട പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കും ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലോ. ഞാൻ ഓനോട് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും 10 വയസ്സായിട്ടില്ലെന്ന്. ആ പൊട്ടാനത് വിശ്വസിച്ചു. അതുകൊണ്ട് ഇപ്പൊ എന്താ, 30 ഉറുപ്പിയാണ് ലാഭം. ഇനി കടയിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ മാനേഴ്സ് ഇല്ലാതെ പെരുമാറരുതേ. ആർക്കാടി മാനേഴ്സ് ഇല്ലാത്തത്? നിങ്ങൾക്ക് തന്നെ അല്ലാതായിരിക്കാ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ നല്ല മാനേഴ്സ് ഉള്ളവരാ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാ. മതി ഇന്റെ കുറ്റം നോക്കിയത്, കടയിൽ കയറി. എന്താണ് മാഡം വേണ്ടത്? എടാ എന്താ വേണ്ടതെന്ന് ചോദിച്ചു, നമുക്കൊരു ജ്യൂസ് പറഞ്ഞാലോ? ഇമ്മാതിരി തുണിക്കടയാണ്, അല്ലാതെ ജ്യൂസ് കട അല്ല. പറയൂ, എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് കുട്ടികളെ കുറച്ച് ഡ്രസ്സ് വേണം. എന്നാ വരും, നമുക്ക് കുട്ടികളുടെ സെക്ഷനിലേക്ക് പോകാം. ആദ്യം നമുക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സ് നോക്കാം. ആയിക്കോട്ടെ. ഏത് മോഡൽ ഡ്രസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്? ഏത് മോഡലായാലും കുഴപ്പമില്ല, ഇതിട്ട പോലത്തെ കുട്ടിക്കുപ്പായൊന്നും വേണ്ട. ഒന്നും ഉണ്ടാതിരിക്കുമ്മ. എനിക്ക് മിഡും ടോപ്പുമാണ് വേണ്ടത്. എന്നാ നമുക്കത് നോക്കാം. പിങ്ക് മിഡി എനിക്കിഷ്ടായി. എത്രയാ മോളുടെ സൈസ്? എനിക്ക് സ്മോള് മതി. സ്മോളൊന്നും വേണ്ട, കുറച്ച് വലിയത് എടുത്തോ. അതാവുമ്പോ ഒരു 4 കൊല്ലം ഇടാം. ഇമ്മങ്ങളൊന്ന് വായും പൂട്ടിയിരിക്ക്, ഞങ്ങൾ പറഞ്ഞോളാം. മോൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ഫ്രോക്ക് മതി. എനിക്ക് ഫ്രോക്ക് മതി. മോൾക്ക് ഏത് കളറാ വേണ്ടത്? പർപ്പിള് മതി. പർപ്പിളോ? അതെന്ത് കളറാ? നിങ്ങളോടല്ലേ വായും പൂട്ടിരിക്കാൻ പറഞ്ഞത്? അങ്ങനെ ഒരു കളറുണ്ട്. എനിക്ക് ആ കാണുന്ന പർപ്പിൾ ഫ്രോക്ക് മതി. എന്നാ ശരി, ഞാൻ അതൊക്കെ പാക്ക് ചെയ്ത് വെക്കാം. ഇനി ആൺകുട്ടികളുടെ ഡ്രസ്സ് നോക്കാം. മോൾക്ക് എങ്ങനത്തെ ഡ്രസ്സാണ് വേണ്ടത്? ഓനക്കൊരു നീല പാൻറ്റും വെള്ളക്കുപ്പായും. അതെന്താ യൂണിഫോം എടുക്കാൻ അങ്ങോട്ട് വന്നിക്കണ്? എനിക്ക് ജീൻസ് പാൻറ്റും ടീഷർട്ടും മതി. എന്തായാലും നിങ്ങൾ ഇട്ട പോലെ കുപ്പായത്തുമ്പോ കുപ്പായട്ടോ, നിന്റെ കുട്ടിക്ക് വേണ്ട. താത്ത, ഇത് കുപ്പായത്തുമ്പോ കുപ്പായട്ടല്ല, ഇതാണ് ഓവർ കോട്ട്. എന്ത് കോട്ടാണെങ്കിലും അത് വേണ്ട. ഇമ്മങ്ങളൊന്ന് വായും പൂട്ടിയിരിക്ക്. ചേട്ടാ, എനിക്ക് ആ കാണുന്ന ടീഷർട്ടും പാൻറ്റും മതി. എന്നാ ഞാനത് പാക്ക് ചെയ്യാം. നിങ്ങൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് നടന്നോളൂ. മാഡം, 4000 രൂപയാണ് നിങ്ങളുടെ ബില്ല്. 4000 രൂപേ? ഈ ഇത്തിരി പോകുന്ന ഡ്രസ്സിനാണോ 4000 ഉറുപ്പ്യ? അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള ഡ്രസ്സുകളാണ്.
അതിനൊക്കെ നല്ല വില ഉണ്ട്. എന്തിനാ 4000 ആക്കിയത്? എന്നാ പിന്നെ 40,000 ആക്കായിരുന്നില്ലേ? അതാവുമ്പോ നിങ്ങൾക്കൊരു പുതിയ കട തന്നെ വാങ്ങിക്കാലോ.